അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 37-ും 38-ഉം തിരുവചനങ്ങൾ. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവൻ. പ്രിയപ്പെട്ട സഹോദരരെ, നമ്മുടെ സഭയ്ക്ക് അഭിമാനം നൽകുന്ന ഒന്നാണ് നമ്മുടെ സമർപ്പിത ദൈവവിളികൾ. നമ്മുടെ ഇടവകയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ എത്രയോ നന്മകൾ ഈ പൗരോഹിത്യം വഴി, സന്യാസം വഴി വന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ള വൈദികരെക്കുറിച്ച്, സന്യസ്തരെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അഭിമാനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അടുത്ത കാലത്തായി പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കുമുള്ള വിളികൾ കുറയുന്നുണ്ട്. അത് നമ്മുടെ നിസ്സഹകരണം കൊണ്ട് മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരരെ, സഭ വളരുന്നത് ഈ ഒരു ശുശ്രൂഷയോടും കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ഈശോ നമ്മോട് പറയുന്ന ഒരു കാര്യം ഈ സമർപ്പിത ദൈവവിളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. വ്യക്തമാണ് ഈശോയുടെ വചനം. തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പൊതുവായി ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ തീർച്ചയായും ഉണ്ടാകും. പക്ഷേ എൻ്റെ കുടുംബത്തിൽ നിന്ന് കർത്താവെ പൗരോഹിത്യത്തിലേക്ക്, സന്യാസത്തിലേക്ക് അവിടുന്ന് അനേകരെ വിളിക്കണമേ എന്ന് നിഷ്ഠയോടെ എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മുടെ കുടുംബ പ്രാർത്ഥനയോട് ചേർത്ത് തീർച്ചയായും ഈ ഒരു പ്രാർത്ഥന കൂട്ടിച്ചേർക്കേണ്ടതാണ്. എൻ്റെ കുടുംബത്തിൽ നിന്നും കർത്താവെ പൗരോഹിത്യത്തിലേക്ക് മക്കളെ വിളിക്കണേ, എൻ്റെ കുടുംബത്തിൽ നിന്നും സന്യാസത്തിലേക്ക് മക്കളെ വിളിക്കണേ. അങ്ങനെ സഭയെ ശുശ്രൂഷിക്കാൻ, കുടുംബങ്ങളെ ശുശ്രൂഷിക്കാൻ അനേകർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടാകട്ടെ. കർത്താവ് അതുകൊണ്ട് നമ്മോട് ഇതിനോട് ബന്ധപ്പെട്ട് ഒരു കാര്യം മാത്രം ചെയ്യാനേ പറയുന്നുള്ളൂ: പ്രാർത്ഥിക്കണം. പൗരോഹിത്യ സന്യസ്ത ദൈവവിളികൾ നമ്മുടെ സഭയിൽ സജീവമാകാൻ നമ്മൾ തീഷ്ണതയോടെ നിഷ്ഠ വച്ച് നോമ്പ് നോക്കി പ്രാർത്ഥിക്കണം. തീർച്ചയായും അതിന് കർത്താവ് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സഭയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ നയിക്കാൻ അവിടുന്ന് പ്രത്യേകമായി പുരോഹിതരെയും സന്യസ്തരെയും വിളിക്കുന്നുവല്ലോ. കർത്താവേ, ഇതിനോട് ബന്ധപ്പെട്ട് അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന ഉത്തരവാദിത്വം പ്രധാനമായും ഒന്നാണ്. അത് ഈ വിളികൾ അനേകം സഭയിൽ ഉണ്ടാകുന്നതിനായി പ്രാർത്ഥിക്കാനാണ്. കർത്താവെ, ഉപേക്ഷ കൂടാതെ പൗരോഹിത്യ സന്യസ്ത വിളികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് കൃപ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാറിയ ഔസേപ്പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.